നമസ്കാരം. ഫസ്റ്റ് അടിക്കണം കേട്ടോ. ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണത്. ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ മോനെ എല്ലാവരെയും തോൽപ്പിച്ച് മോൻ ഫസ്റ്റ് ആവണം. ഇങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരെയും തോൽപ്പിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആവുന്നത് എന്ന് അറിഞ്ഞും അറിയാതെയും ചില വിത്തുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ പലപ്പോഴും പലരെയും തോൽപ്പിച്ച് മുന്നിൽ ചെല്ലുവാൻ നാം ശ്രമിക്കാറുമുണ്ട്. ഇന്നത്തെ നമ്മുടെ കഥ സ്പെയിനിലാണ്. സ്പെയിനിൽ ഒരു ക്രോസ് കൺട്രി റേസ് നടക്കുകയാണ്. ഓട്ട മത്സരത്തിനായിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. മത്സരം ആരംഭിച്ചു. മത്സരാർത്ഥികൾ വാശിയോടുകൂടി ഓടുകയാണ്. ഒന്നാം സ്ഥാനത്ത് ഓടുന്നത് കെനിയയുടെ ആബേൽ മുട്ടായിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്പെയിനിൻ്റെ ഇവാൻ ഫെർണാണ്ടസുമാണ്. ഓട്ടം ഇങ്ങനെ അവസാന നിമിഷത്തിലേക്കെത്തി. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുൻപ് ചില ആശയക്കുഴപ്പം, ഫിനിഷിംഗ് പോയിന്റ് ആണ് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ആബേൽ തൻ്റെ ഓട്ടം നിർത്തി പതുക്കെയാക്കി ഓട്ടം നിർത്തുകയായി. എന്നാൽ പുറകിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരനായ ഇവാൻ ഫെർണാണ്ടസ് അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്, മുന്നോട്ടോടുക, നീ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല എന്ന്. എന്നാൽ എന്ത് ചെയ്യാം, കെനിയക്കാരനായ ആബേലിന് സ്പാനിഷ് ഭാഷ അറിയില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവാൻ ഫെർണാണ്ടസ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആബേലിനെ തള്ളി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നതാണ് ഈ സംഭവം. എന്നാൽ അദ്ദേഹം ആ ഒരു വിജയത്തോടുകൂടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ആബേൽ നിൽക്കുമ്പോഴും മാധ്യമപ്രവർത്തകർ ഇവാൻ ഫെർണാണ്ടസിന്റെ ചുറ്റുമാണ് നിന്നത്. ഇവാൻ ഫെർണാണ്ടസിനോട് അവർ ചോദിച്ചു, താങ്കൾക്ക് സുഖമായി ഗോൾഡ് മെഡൽ ലഭിക്കുമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചു, എന്താ താങ്കൾ അങ്ങനെ പറഞ്ഞത്? കാരണം ഓട്ട മത്സരത്തിനിടയിൽ ഞാനും എൻ്റെ സുഹൃത്തായിരിക്കുന്ന ആബേലും തമ്മിൽ 10 മീറ്ററോളം വ്യത്യാസമുണ്ടായിരുന്നു. 2, അദ്ദേഹം ഓട്ടം നിർത്തിയത് ഓടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ചുള്ള ചെറിയ ആശയക്കുഴപ്പം കൊണ്ട് മാത്രമാണ്. 3, ഞാനിവിടെ ഗോൾഡ് മെഡൽ വാങ്ങുമ്പോൾ ലോകം മുഴുവനും എന്നെ അംഗീകരിച്ചാലും എൻ്റെ അമ്മ ഈ ഗാലറിയിലിരുന്ന് എൻ്റെ സത്യസന്ധത ഇല്ലായ്മ കാണുകയും ചെയ്യും. ആയതുകൊണ്ട് അർഹിക്കുന്നത് മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ വിജയിയാകുക എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ പരാജയമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ വിജയം എന്നത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, നമ്മുടെ ഓഫീസുകളിൽ ടാർഗറ്റുകൾ തികയ്ക്കാൻ, പറയുന്നത് ജയിക്കാൻ പലപ്പോഴും പലരുടെയും ബലഹീനതയെ മുതലെടുത്ത് ചവിട്ടിത്താഴ്ത്തി മുന്നിലേക്ക് ഓടുന്നവർ പലരും നമ്മളുടെ ഇടയിൽ കാണും. എന്നാൽ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്നതല്ല, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നതല്ല, അർഹിക്കുന്ന നന്മകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിജയം എന്നാണ് ഈ അനുഭവ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വിജയിയാകുവാൻ, അർഹിക്കുന്ന നന്മയെ സ്വീകരിക്കുവാൻ, മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി വിജയം ആഘോഷിക്കാതിരിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.